കുമാർ, ശബരിമല കർമ്മസമിതി വരും ദിവസങ്ങളിൽ അതിശക്തമായി തന്നെ ഈ വിഷയത്തിൽ രംഗത്തിറങ്ങുമെന്ന് താങ്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, നിലവിലുള്ള ആശങ്കകളും പങ്കുവച്ചു. പല ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ശബരിമല കർമ്മസമിതിക്ക് മുന്നിലുള്ളത്? ശബരിമല കർമ്മസമിതി ഈ വരും ദിവസങ്ങളിൽ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പദ്ധതിയല്ല. നമ്മൾ ഓൾറെഡി ഡേ 1 മുതൽ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ അറിയാം, ഇത്രയധികം വിഷയങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടും കേരള സർക്കാർ ഒരു കേസ്, ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായില്ല. നമ്മൾ കോടതിയെ മഹത്വവൽക്കരിക്കുന്നതുകൊണ്ടായില്ല, പക്ഷെ സർക്കാർ ചെയ്യേണ്ട പണി സർക്കാർ ചെയ്യാത്തതുകൊണ്ടാണ് കോടതി ഇടപെട്ടതെന്ന് ആദ്യം മനസ്സിലാക്കേണ്ട വിഷയം അതാണ്. എന്തുകൊണ്ടാണ് കോടതി ഇടപെടേണ്ടി വരുന്നതെന്ന് വെച്ചാൽ, സർക്കാർ സംവിധാനങ്ങൾ മൊത്തം ഈ കളവിനോടൊപ്പം നിൽക്കുന്നു എന്ന് കോടതിക്ക് മനസ്സിലായപ്പോഴാണ് കോടതി കൃത്യമായിട്ടും അതിന് ചില നീക്കങ്ങൾ നടത്തിയത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മഹത്വവൽക്കരിച്ചുകൊണ്ട് ഇവരെല്ലാം കൊണ്ടു നടക്കുകയാണ്. പക്ഷെ ഓരോ ദിവസവും ഇപ്പൊ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്ന എത്ര മന്ദഹാസത്തോടുകൂടിയായിരുന്നു അദ്ദേഹം വന്നിട്ട് നമ്മളെല്ലാം കണ്ടു. ഇത് പുച്ഛമായൊരു ചിരിയായിരുന്നു സമൂഹത്തോട് അദ്ദേഹം നടത്തിയത്, ഈ ഭക്തന്മാരോട് നടത്തിയത്. അപ്പൊ ഈ ഗവൺമെന്റ് എവിടെയായിരുന്നു? ഈ പോലീസ് എവിടെയായിരുന്നു? ഈ പോലീസ് കേസ് എടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ തന്നെ സ്റ്റേറ്റ് പോലീസ് ഹെഡിനും അതുപോലെ തന്നെ പമ്പ പോലീസിനും ഞാൻ കത്തയച്ചിരുന്നു. ഒരു നടപടി ഉണ്ടായില്ല. അവസാനം കോടതിയാണ് FIR ഇടാൻ പറഞ്ഞത്. അതുകൊണ്ട് ഈ സർക്കാർ എവിടെയാണോ ഫെയിലായത് അവിടെയാണ് കോടതി കടന്നു വരുന്നതെന്നുള്ള ആദ്യം പറയണം. അതുകൊണ്ട് ഇതൊരു മഹത്വമല്ല, ഒരിക്കലും ഒരു ഭൂഷണമല്ല ഒരു സർക്കാരിനൊന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്, ഈ ദേവസ്വം മന്ത്രി പിന്നെ എന്തിനാണ്? ഈ ദേവസ്വം മന്ത്രി രാജിവെച്ച് പോട്ടെ. ഞാൻ പറയുന്നത്, ദേവസ്വം മന്ത്രിക്കും ദേവസ്വം ഡിപ്പാർട്ട്മെന്റിലും ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാനില്ല, സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നതാണെങ്കിൽ എന്തിനാണ് ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത്? ഈ ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ടൂടെ? ദേവസ്വം വകുപ്പ് എന്തിനാണ്? അപ്പം ഈ മന്ത്രി എന്തിനാണ് ഇതൊരു കാര്യമില്ലെങ്കിൽ ശബരിമല വന്നിട്ട് ആ നടക്കം നിന്നിട്ട് കിട്ടുന്ന പുണ്യാഹം കയ്യിലുള്ള കൈ കഴുകുകയാണ്, നട തുറന്നു കഴിയുമ്പോൾ കൈയും കെട്ടി നോക്കിയിരിക്കുകയാണ്. ഇത്തരം ഒരു മന്ത്രിയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഭക്തരല്ലെങ്കിൽ അവർ വീട്ടിൽ പോയിരിക്കണം. അതല്ലാതെ ഇവിടെ വന്ന് ഷോ കാണിക്കുകയല്ല ചെയ്യുന്നത്. ഈ ഷോ കാണിക്കാനാണോ ഈ ദേവസ്വം മന്ത്രി വെച്ചിരിക്കുന്നത്? അതുകൊണ്ട് വളരെ തെറ്റാണിത്. ഞാൻ പറഞ്ഞത് ഇതൊരിക്കലും സമ്മതിക്കാൻ പറ്റില്ല. എല്ലാത്തിനും ലിമിറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞത് 2017 കർമ്മസമിതിയുടെ നേതൃത്വം നടന്ന പ്രക്ഷോഭം നമ്മളെല്ലാം കണ്ടതാണ്. അതിലും അതിരൂക്ഷമായ പ്രക്ഷോഭമായിരിക്കും വിഷയത്തിൽ വരാൻ പോകുന്നത്. കാരണം ഞാൻ വളരെ വ്യക്തമാക്കാം, അന്ന് യുവതീ പ്രവേശം, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, ലിംഗസമത്വം പറഞ്ഞ് പല വിഷയങ്ങള് സമൂഹത്തെ രണ്ടാക്കി ശ്രമിച്ചു. പക്ഷെ നടന്നില്ല നമുക്കറിയാം. പക്ഷെ ഈ വിഷയത്തിൽ ഇത് മോഷണമാണ്. ഇത് ആർക്കും, ഇതിപ്പം അയ്യപ്പ ഭക്തനല്ല, ഏത് മനുഷ്യനും, സാധാരണ ഏത് മനുഷ്യനും, അവർ ഏത് ജാതി മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ, അവർ അംഗീകരിക്കുന്ന വിഷയമല്ല ഒരു ക്ഷേത്രത്തിൽ നിന്ന് മോഷണം നടക്കുന്നത്. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇവിടെ സ്വർണത്തിന്റെ വെയിറ്റോ കിലോഗ്രാമോ ഒന്നും അല്ല നമ്മൾ നോക്കേണ്ടത്. അവിടെ 1 ഗ്രാം സ്വർണ്ണമാണെങ്കിൽ പോലും നടത്താൻ അവനെ അറസ്റ്റ് ചെയ്ത് അകത്താക്കണം. അതിന് യാതൊരു സംശയമില്ല. രണ്ടാമത്തേത്, നമ്മൾ ശബരിമലയിലെ സ്വർണത്തിന്റെ മൂല്യം കാണേണ്ടത് അതിന്റെ വെയിറ്റ് അനുസരിച്ചല്ല, പവൻ തൂക്കത്തിലല്ല. ഇതിന് മറ്റൊരു വാല്യൂ ഉണ്ട്, ഇൻടാഞ്ചിബിൾ ആയിട്ടൊരു വാല്യൂ ഉണ്ട് ഇതിന്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വെറുതെ ഒരു മോഷണം പോലല്ല ശബരിമലയിലെ സ്വർണ്ണ മോഷണം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മോഷണ കുറ്റം പോലല്ല. അതുകൊണ്ട് ഇപ്പൊ പലരും പറഞ്ഞു ഇത് റിക്കവർ ചെയ്ത് സ്വർണം കൊണ്ടുവരും. അത് സ്വർണം റിക്കവർ ചെയ്ത് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമല്ല. ഇത് നടത്തി ഇതിനാണ്ട് ഉൾപ്പെട്ട ദർസ് എ കോൺസ്പിറസി. അതാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഇത് ഉണ്ണികൃഷ്ണൻ പോയിട്ട് വിചാരിച്ച് നടക്കുന്ന കാര്യമല്ല. ദേവസ്വം ബോർഡ് ഇൻവോൾവ്മെന്റ് വളരെ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. FIR തന്നെ കോടതി പറഞ്ഞിട്ടാണ് ചെയ്തത്. തീർച്ചയായിട്ടും ദേവസ്വം മന്ത്രിക്ക് ഉത്തരവാദിത്വം ഉണ്ട്. ഇത് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്. ഇവര് തീർച്ചയായിട്ടും അത്തരത്തില് ഒരു ആളുടെ നിർദ്ദേശമില്ലാതെ ഇത്തരം കാര്യങ്ങൾ ഇടപെടില്ല എന്നുള്ളത് ആർക്കാണ് അറിയാൻ പറ്റാത്തത്? അതുകൊണ്ട് ഇവരെ കവറപ്പ് ചെയ്തുകൊണ്ട് ഒരു കാര്യം നടക്കില്ല. അതിനുള്ള ശ്രമമാണ് ഇപ്പൊ നടക്കുന്നത്. അതുകൊണ്ട് കോടതി ചെയ്തു എന്നുള്ളത്, കോടതി ചെയ്ത് പ്രധാനമായിട്ടും എവിടെയാണോ നമ്മുടെ സർക്കാർ പരാജയപ്പെട്ടത് അവിടെ കോടതി ഇടപെട്ടു. പിന്നെ മറ്റൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, ഇതിന്റെ ഇതുവരെയുള്ള നാൾ വഴികൾ നമ്മൾ പരിശോധിച്ച പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന പ്രശാന്ത്, അദ്ദേഹത്തിന് ഉത്തരവാദിത്വം ഇല്ലാതിരിക്കാൻ പറ്റുമോ? ഈ കേസ് ഇപ്പൊ കോടതിയുടെ ശ്രദ്ധയിൽ വന്നു തന്നെ സ്പെഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു. ഈ കഴിഞ്ഞ മാസം ഇവിടെ രാജപാലകന്റെ പൊതിഞ്ഞിരുന്ന സ്വർണം കാണാനില്ല, അത് മിസ്സിംഗ് ആണ്, ഇറ്റ് വാസ് ടേക്കൺ ഔട്ട്, പുറത്തേക്ക് കൊണ്ടുപോയി, എന്റെ അനുവാദമോ അംഗീകാരമോ ഇല്ലാതെ അറിവോ ഇല്ലാതാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് കോടതി റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് സുയോമോട്ടോ കേസെടുത്തത്. അപ്പൊ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ 2019 ഞാൻ പറയുന്നത് ഈ ദേവസ്വം ബോർഡിന്റെ ഇൻവോൾവ്മെന്റ്, അതുപോലെ വിജിലൻസ് അന്വേഷണം, ഇതൊക്കെ എവിടുന്ന്, ഈ മാസമൊക്കെ എവിടുന്ന പെട്ടെന്ന് പൊങ്ങി വന്നത്? 2019 നടന്ന കാര്യം ഈ ദിവസങ്ങൾക്കുള്ളിൽ, മണിക്കൂറിൽ 2 ദിവസം കൊണ്ട് എങ്ങനെ പുറത്തേക്ക് വരുന്നത്? അത് തീർച്ചയായിട്ടും ഇതിലുള്ള ഇൻവോൾവ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും തുടരെ മാറി വന്ന ദേവസ്വം കമ്മീഷണർമാര്, തിരുവാഭരണ കമ്മീഷണർമാര്, ദേവസ്വം ബോർഡ് മെമ്പർ, പ്രസിഡന്റ്, ഇവർക്കെല്ലാം വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് വീണ്ടും ഈ ഒരു കാര്യത്തിൽ എടുത്തോണ്ട് പോകാൻ പറ്റിയത്, അതായത് അനുവദിച്ചത്? മറ്റൊരു വിഷയമുണ്ട്. ഈ പലവട്ടം നമ്മുടെ ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഡ്വക്കേറ്റ് ഈ കേസ് കോടതി നടക്കുമ്പോഴും പുറത്തുമൊക്കെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്.
സ്മാർട്ട് ക്രിയേഷൻസ് ബെയർ മെറ്റലില് പ്ലേറ്റിംഗ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഞങ്ങൾ അവിടെ അല്ലാതെ ഒരു യൂസ്ഡ് ആയിട്ടൊരു മെറ്റീരിയൽ റിപ്പയർ ചെയ്യോ അതിൽ ഓൾറെഡി കോട്ടഡ് ആയിട്ടുള്ള മെറ്റീരിയലിന്റെ പുറത്ത് കോട്ടിങ്ങോ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ഈ പറഞ്ഞ ഇപ്പോഴത്തെ ഈ പ്രശാന്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന കമ്മിറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ അയക്കുന്നത്? അവര് പറയുന്നത് ഞങ്ങളിത് റിപ്പയറിംഗ് പാർട്ടി അല്ല. അങ്ങനെ അവിടെ അത് വളരെ ദുരൂഹതമായിട്ടുണ്ട്. അതുപോലെ തന്നെ കോടതിയുടെ പറയുന്നത് എന്താ? അത് ഉരുക്കി. എവിടെ ഉരുക്കി? ആരുരുക്കി? അവര് പറയുന്നത് അങ്ങനെ ചെയ്യുന്ന ആളല്ലാന്ന് ഇപ്പോഴും ദുരൂഹതയിൽ നിൽക്കുകയാണ്. ആരുരുക്കി? അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ കാണും, ഇന്ന് അത് തിരിച്ചു പിടിപ്പിച്ച ഏറ്റവും വലിയ തെറ്റാണ്. അത് തന്നെ ഒരു ക്രിമിനൽ ഒഫൻസ് ആണ്. അതിൽ പലരും കൂട്ടുനിന്നിട്ടുണ്ട്. കാരണം ഈ തൊണ്ടി മുതലാണത്. എങ്ങനെയാണ് തൊണ്ടി മുതല് യാതൊരു കോടതി പോലും അറിയിക്കാതെ എങ്ങനെയാണ് കൊണ്ട് അവിടെ പിടിപ്പിക്കുക? അതെങ്ങനെ സാധിച്ചു? അതുപോലെ തന്നെ ഇവിടുന്ന് കൊണ്ടുപോയ സാധനമാണോ തിരിച്ചു വന്നിരിക്കുന്നത്? അതുപോലെ തന്നെ ഇതിന്റെ മാറ്ററിയണ്ടേ? ഇതിന്റെ ഒരു ഫോറൻസിക് സ്റ്റഡി നടത്തണ്ടേ? ഇൻവെസ്റ്റിഗേഷൻ നടത്തണ്ടേ? ഈ മെറ്റീരിയൽ വെറുതെ കൊണ്ട് പിടിപ്പിച്ചാൽ മതിയോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പോഴും ആ അഴിമതി തന്നെയാണ് നടക്കുന്നത്. ഇന്നും നമ്മുടെ കൺമുൻപിൽ അവിടെ നടന്നത് അത് തന്നെയാണ്. അതിന്റെ മാറ്റോ അല്ലെങ്കിൽ ഈ സാധനം ആരുടെയാണെന്നോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനൽ ആണോ ഒന്നും നോക്കാതെ അതുപോലെ ഇതിന്റെ തൊണ്ടി മുതലായിട്ടുള്ള വസ്തുവിനെയാണ് വീണ്ടും കൊണ്ട് പിടിപ്പിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ആളുടെ മുന്നിൽ കണ്ണിൽ പൊടുകയാണ്. അത് കാരണം തീർച്ചയായിട്ടും അതിശക്തമായ പ്രക്ഷോഭം നടത്തും. CBI അന്വേഷണത്തിന് കുറെ നമ്മളൊന്നും ചെയ്യുന്നില്ല. ഒറ്റ കാര്യം കൂടി ഞാൻ വ്യക്തമാക്കുകയാണ്. ഭക്തജനങ്ങൾ എവിടെ നിൽക്കുന്നു എന്നറിയണം. ഇപ്പൊ ഇവിടെ എല്ലാവരും സംസാരിച്ചു, ആഗോള അയ്യപ്പ സംഗമം സർക്കാർ നടത്തി. അത് കണ്ടല്ലോ എത്ര പേര് വന്നു. ഈ ശബരിമല കർമ്മസഭയുടെ നേതൃത്വത്തിൽ പന്തളത്ത് നടത്തിയ ശബരിമല സംരക്ഷണ സംഗമത്തിൽ വന്ന ഈ ഭക്തരുടെ ഒരു കൂട്ടം നമ്മളൊക്കെ കണ്ടതാണ്. അതുകൊണ്ട് ഭക്തർ എവിടെയാണെന്ന് കൃത്യമായിട്ട് ഇനിയെങ്കിലും ഇവർ മനസ്സിലാക്കണം. അതുകൊണ്ട് തീർച്ചയായിട്ടും 2018 ശക്തമായ പ്രക്ഷോഭത്തിനേക്കാൾ അതിശക്തമായ പ്രക്ഷോഭം നടത്തി ഇത് തീർച്ചയായിട്ടും ഇവരെ കൊണ്ടുവരുന്ന ഏതറ്റം വരെയും പോകും നമ്മൾ. അത് എന്തൊക്കെ ചെയ്യണോ? ഗോപാലകൃഷ്ണ സാർ, ഒരുപാട് കാര്യങ്ങൾക്ക് വ്യക്തത ഇനിയും വരാനുണ്ട്. വലിയ ആസൂത്രണം, വലിയ ഗൂഢാലോചന 2 തവണകളായി